കഴിഞ്ഞ ധ്യാനത്തിൽ ഒരു പെങ്കൊച്ച്, അവളൊരു 23-24 വയസ്സ് പ്രായമുള്ളൂ, ധ്യാനം കൂടാൻ വേണ്ടി വന്നു. അവളൊരു വലിയ പ്രോബ്ലത്തിലാണ്, ഒരു അമ്മയും കൊണ്ടാണ് വരുന്നത്. വളരെ പ്രശ്നം വെച്ചാൽ ഈ കൊച്ച് ഒരു ക്രൈസ്തവ ചെറുപ്പക്കാരനെ വിവാഹം കഴിയാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ ഒരു 3-4-5 വർഷമായിട്ട് അവൻ്റെ കൂടെ ആ പൊറുതി. അപ്പം അവളെ ഉപദേശിക്കാനുള്ളവളെ ഉപദേശിച്ചല്ല ഒരു രക്ഷയില്ല. മാത്രം ഇവളങ്ങ് സത്യസഭയെയും കത്തോലിക്ക സഭയൊക്കെ ചീത്ത പറഞ്ഞ് ഇവള് പോവുക, കംപ്ലീറ്റ് പോവുക. അപ്പോൾ അവൾക്ക് വിശ്വാസം എങ്ങനെയോ നിർബന്ധിക്കപ്പെട്ടും പിടിച്ചു കെട്ടിയാണ് ഈ ധ്യാനത്തിന് കൊണ്ടുവരുന്നത്. ധ്യാനത്തിൻ്റെ അവസാന മണിക്കൂർ വരെ വെരി റിവെഞ്ച്ഫുൾ. അവൾ വളരെ വെറുപ്പിലാണ്, ആർക്ക് താല്പര്യമില്ല, വചനവും ധ്യാനവും ഒന്നും താല്പര്യമില്ല. പലപ്പോഴും ഉണ്ട് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഈ ദുഷ്ടാരു പൈശാചിക പീഡകൾ നമ്മളിലുണ്ടെങ്കിൽ ചിലപ്പോൾ സത്യത്തോട് മറുതലിക്കാനുള്ള വലിയൊരു പ്രവണത ഇതിനുണ്ട്. പരിശുദ്ധാത്മാവിനെതിരായിട്ട് നീങ്ങുന്നൊരു പ്രവണതയുണ്ട്. സഭയ്ക്കെതിരെയൊക്കെ ഒരുപാട് ആരോപണങ്ങളും ദുരാരോപണങ്ങളും നടക്കുമ്പോൾ ഒരു പരിധിവരെ, എല്ലാം ഞാൻ പറയില്ല, ഒരു പരിധിവരെ പൈശാചിക ശക്തികളുടെ പ്രവർത്തനം അതിൻ്റെ പിന്നിൽ ഉണ്ട് എന്നതിന് യാതൊരു സംശയം എനിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ശബ്ദമെടുത്തപ്പോൾ ഹല്ലേലൂയ. ഈ കൊച്ചിനെയും കൂടെ അവസാനം എൻ്റെ ഇങ്ങനെ എടുത്തു വന്നു. അപ്പോൾ ഇവരിങ്ങനെ അവൾ എൻ്റെ മുഖത്ത് നോക്കുക. അപ്പം എനിക്ക് പെട്ടെന്ന് ആത്മാവിൻ്റെ ഒരു നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഒരു കാര്യം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഈ ഇത്രനാളത്തെ വിശേഷ ശുശ്രൂഷയോട് പറയാം. പരിശുദ്ധാത്മാവ് എന്നുള്ളത് വെറൊരു തോന്നലല്ല. പരിശുദ്ധാത്മാവ് എന്നതൊരു വ്യക്തി തന്നെയാണ്. ദൈവത്തിൽ 3 ആളുകളുണ്ട്, 3 പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ അത് കറക്റ്റാണ്. ആ പരിശുദ്ധാത്മാവ് സഭയിലുണ്ട്, കൂദാശയിൽ ജീവനോടെ ഉണ്ട്. ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്. മാത്രമല്ല ഒരാൾക്ക് ക്രൈസ്തവ ജീവിതം, വിശുദ്ധ ജീവിതം, വിശ്വാസ ജീവിതം നയിക്കാൻ സ്വന്തം കഴികൊണ്ട് സാധ്യമല്ലെന്നും പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൊണ്ട് അവൻ രൂപയിൽ വളരാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കൊച്ചിനെ കൊണ്ടുവന്നു. ഈ കൊച്ചിനോട് ഞാൻ സംസാരിച്ച് തുടങ്ങുമ്പോൾ സംസാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ ആദ്യകാലങ്ങൾക്ക് കൗൺസിലിങ്ങിനൊക്കെ ഒരുപാട് സമയം, 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ കൊടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി കൗൺസിലിംഗ് വേണ്ടെന്നില്ല, നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അതിലുപരി ഒരു ഡെലിവറൻസ് പ്രെയർ കൊടുത്താൽ മതി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ കൊച്ചിന് തലയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിപ്പെട്ടാന്ന് തോന്നുന്നു. കൊച്ചു ബോധം കെട്ട് തടപ്പോയി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇങ്ങനെ ഈ മത്സ്യം, പച്ച മീനെ നമ്മളെടുത്തിങ്ങനെ ഈ ജീവനുള്ള മത്സ്യത്തെ വെള്ളത്തിൽ നിന്ന് എടുത്ത് കരക്കിട്ട് കഴിയുമ്പോഴത്തേക്ക് പടയ്ക്കുന്ന പോലെ ഈ കൊച്ചു കിടത്തേക്ക് പടയ്ക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം അതിനുശേഷം ഞാൻ 2-3 പ്രാവശ്യം അനാമ വിളിച്ചു. എൻ്റെ കൂടെയുള്ള എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു. 2-3 കഴിഞ്ഞ് എഴുന്നേറ്റ് മോളുടെ തീരുമാനം എന്താ? പ്രൈസ് ദി ലോർഡ്. ഒറ്റ ചോദ്യമുള്ളൂ. അപ്പോൾ അച്ഛൻ എന്നെ പറയുന്നു പ്രൈസ് ദി ലോർഡ്. അല്ല, ഞാൻ പറഞ്ഞു മോൾ ആ ബന്ധം ഉപേക്ഷിച്ചാ. പ്രൈസ് ദി ലോർഡ്. ആ കെട്ടടിച്ച എനിക്ക് വേണ്ടച്ച, എനിക്കിത് മാറിപ്പോയച്ച, എൻ്റെ തലേന്ന് പോയച്ച, എനിക്ക് എന്താണെന്നറിയില്ല. എൻ്റെ മക്കൾ തോന്നലല്ലത്. അത് ഈ കഴിഞ്ഞ ആദ്യ ശനിയാഴ്ച നന്ദി പറയാൻ വേണ്ടി അവസാനം വരെ 9 മണി വരെ കാത്തിരുന്നു. ധ്യാനം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് പിറ്റേ ഈ ആദ്യ ശനിയാഴ്ച നന്ദി പറയാൻ പറ്റും. കുടുംബമൂർത്തം 4 വർഷം ഇതിനായിട്ട് ബുദ്ധി കൊണ്ട് അഴിക്കാൻ നോക്കി കെട്ടുമുഴുവൻ. നമ്മുടെ ഇന്ന് പ്രശ്നം, സോറി ടു ടെൽ യു മൈ ഡിയർ ഫ്രണ്ട്സ് ഇൻ ജീസസ് ക്രൈസ്റ്റ്, വി ആർ ഓൾ ഡിപ്പെൻഡിങ് ഓൺലി ഓൺ ഇന്റലക്ട്. ക്രിസ്ത്യാനി ആശ്രയിക്കേണ്ടത് ക്രിസ്തുവിനെയാണ്. ക്രിസ്ത്യാനി വിശ്വസിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ്. നാം സ്വീകരിച്ച ജ്ഞാനസ്നാനത്തിലൂടെ, നാം സ്വീകരിച്ച സ്ഥൈര്യലേപനത്തിലൂടെ, നാം സ്വീകരിച്ച പരിശുദ്ധ കുർബാനയിലൂടെ നമ്മളിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെ അറിഞ്ഞ് വിശ്വസിച്ച് ഏറ്റുപറയണം. പ്രൈസ് ദി ലോർഡ്. സർവ്വോടത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഒരിക്കൽ ഈ ഡെലിവറൻസ് പ്രെയർ നടക്കുമ്പോൾ കുറേ അച്ഛന്മാരെൻ്റെ ചുറ്റുമുണ്ട്, കുറേ അച്ഛന്മാർ. അപ്പം അച്ഛന്മാരിതെല്ലാം അപ്പോൾ ഒരു കൊച്ചതെല്ലാം കഴിപ്പോൾ എൻ്റെ അടുത്ത് ഡൊമിനിക് അച്ഛനെ കുറേ നേരമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചോദിച്ചു ശ്രദ്ധിച്ചിട്ട് എന്നാ കിട്ടി? അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കാര്യം അച്ഛൻ മനസ്സിലായി. എന്താ പറ്റി? അച്ഛന് സംശയമില്ല ശുശ്രൂഷ ചെയ്യുമ്പം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയാം അതില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്നൊരാള് ജീവിക്കുന്നവനാണെന്നും അവരുടെ നാമം സത്യനാമമാണെന്നും രക്ഷാകരമായ നാമമാണെന്നും എനിക്ക് സംശയമില്ല. ഉച്ചിതനായ കർത്താവ് ഇപ്പോൾ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പാ.
കാരണം സഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഗ്രന്ഥങ്ങൾ ഡിഡാക്കി എന്നൊരു ഗ്രന്ഥമാണ്. ഞാൻ പലയിടങ്ങളും പറഞ്ഞിട്ടുള്ളത്. ഡിഡാക്കിയിൽ സെൻറ്റ് ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്ക് എഴുതി. ഡിഡാക്കിയിൽ ഇന്ത്യക്ക് പറഞ്ഞൊരു വാക്കുണ്ട്, വിശുദ്ധനായ മെത്രാൻ പറയുന്നൊരു വാക്കുണ്ട്, എവിടെയെല്ലാം സുവിശേഷം തിരുസഭ പ്രഘോഷിക്കുന്നുവോ അവിടെയെല്ലാം ഉത്ഥിതനായ ഈശോ ജീവനോടെ കടന്നു വരും. എവിടെയെല്ലാം കർത്താവിന് തിരുസഭ സുവിശേഷം പ്രസംഗിക്കുന്നുവോ അവിടെയെല്ലാം ഉത്ഥിതനായ കർത്താവ് ജീവനോടെ കടന്നു വരും. സഭയുടെ വിശ്വാസം. That is the faith of the church. That is the faith of the church. പക്ഷെ നമുക്ക് പറ്റിയ പ്രശ്നം അറിയാമോ? കാണുന്നത് മാത്രമേ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവൻ പോലും വിശ്വസിക്കുന്നുള്ളൂ. വിശ്വസിക്കുന്നു എന്ന് പറയുന്നവൻ പോലും കാണുന്നത് മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. വിശ്വാസം ഉണ്ടെന്നുള്ളവർ പറയുന്നത് വചനത്തിലൂടെ പ്രവർത്തിക്കുന്ന ആത്മാവിനെ അല്ല പ്രവർത്തിച്ചു. വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ പോലും കണ്ടാലേ വിശ്വസിക്കുന്നു. അപ്പോൾ കാണണമെന്നുണ്ട്, കാണാൻ പറ്റും. കാണിച്ചാൽ അത് വേറൊരു കണ്ണാണ് കേട്ടോ. അതൊരു വേറൊരു കണ്ണ്. അത് ഈ കണ്ണല്ല, അത് ഉൾക്കണ്ണ്. അത് ഫെയ്ത്തിൻ്റെ ഒരു കണ്ണുണ്ട്. ആത്മാവിൻ്റെ നമ്മുടെ ശരീരത്തിലൊരു ആത്മാവുണ്ടല്ലോ, ആത്മാവിന് കണ്ണുണ്ട്. ആ കണ്ണുണ്ട്, അത് തുറക്കണം. അതാണ് പാപമൊക്കെ മാറിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റുള്ളൂ. രണ്ട് കാര്യം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. കൈകളടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കുക മക്കൾ. പോരാ, നന്നാടി കടിച്ചേ, നന്നാടി കടിച്ച് കരം ഉയർത്തി കടിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കൂട്ടായ്മ വരും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് ഒരു വർഷം മുമ്പോ, 1.5 വർഷം മുമ്പാന്ന് എനിക്ക് തോന്നുന്നു. അതായത് അണക്കരയിലൊരു ആദ്യ ശനിയാഴ്ച കൺവെൻഷൻ നടക്കുകയാണ്. ഇപ്പോൾ ഈ കൺവെൻഷൻ നടക്കുമ്പോൾ ഉണ്ടായ ഒരു വലിയ ദിവസം പള്ളിക്കോന്ന് പറഞ്ഞ ദൈവജനം രാത്രി 2 മണിയാകുമ്പോൾ വരുവേ. രാവിലെ ഏർലി മോർണിംഗ് 2 o'clock തൊട്ട് ദൈവജനം നിറച്ചുണ്ടാകും. അപ്പോൾ ഈ ഒരു സഹോദരി, എനിക്കതറിയത്തൊന്നുമില്ല, ആരെയും നമ്മളങ്ങ് ശ്രദ്ധിക്കാറൊന്നുമില്ല. പ്രാർത്ഥിക്കുക, ഈ വിശ്വാസം കർത്താവ് വരും എന്നുള്ള, കർത്താവ് വരും, അതെൻ്റെ വിശ്വാസമാണ്. എനിക്ക് സഭയിൽ ഇപ്പം പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ, ദേവാലയത്തിൽ ബലിയർപ്പണം നടക്കുമ്പോൾ ഉത്ഥിതനായ ഈശോ അവിടെ വരും, വരാതിരിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ മിറക്കിൾ, ഒരു ലേഡി ഒരു 10 വർഷം മുമ്പ് അവർക്കൊണ്ട് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് ഈ സ്ത്രീയുടെ നട്ടെല്ലിനൊരു പ്രത്യേക രോഗം, സെക്രലൈസേഷൻ രോഗം. അതിന് പറഞ്ഞാൽ ഈ നട്ടെല്ലിൻ്റെ ഈ കശേരുക്കൾ ഓരോന്നോരോന്നറിയാമല്ലോ. അപ്പോൾ അതിങ്ങനെ ഒട്ടിപ്പോകുന്ന, അത് കശേരുക്കൾ ഒട്ടിച്ചേർന്ന് ഒരു പലക പോലെ ആയിപ്പോകുന്ന ഒരു രോഗം, ഒരു പ്രത്യേക രോഗമാണ്. അതിന് ഓപ്പറേറ്റ് ചെയ്തൊന്നും ആളെ സുഖപ്പെടുത്താൻ പറ്റില്ല. അപ്പം നടന്നാൽ ആൾ താഴെ പോകും. അപ്പോൾ ആരുടെയെങ്കിലും സഹായം കൊണ്ട് നടക്കത്തു. അത് തന്നെ ഒരു 8 വർഷത്തോളം ഈ സെക്യുലറൈസേഷൻ രോഗം കമ്പി പോലെ ഇരിക്കും. കാരണം അത് ഒട്ടിച്ചേർന്ന് അതിൻ്റെ സ്കാനിങ് റിപ്പോർട്ടും മൊത്തം കിടക്കുന്ന ഡോക്ടേഴ്സ് പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇത് അനുഭവിച്ചേ പറ്റുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഇവരുടെ കൂട്ടുകാരിയും ഒരുമിച്ച് സെൻട്രൽ ഇങ്ങനെ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുമിച്ച് ചെയ്യും. പക്ഷേ അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നിരത്തിരുന്നുകൊണ്ടാണ് ഇരുന്ന് ഭയങ്കര വേദനയുടെ പൊളയുക. അപ്പോൾ ഈ ആൾ കൂടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞു, നമുക്ക് പോയേക്കാം. ഇയാളല്ല, കൂടെയുള്ള ആൾ ഈ ആളുടെ കരച്ചിൽ കൊണ്ട്, നീ എഴുന്നേക്ക്, നമുക്ക് നീ പുറത്ത് പോയി നിന്നാൽ മതി, അല്ലെങ്കിൽ കസേരപ്പോൾ ഇരുന്നാൽ മതി, നിലത്തിരുന്ന് നിൽക്കേണ്ട, ഞാൻ ഇപ്പോൾ. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, വേണ്ട, എന്ത് വേദന ഉണ്ടായാലും ശരി, ഞാൻ ചത്താലും ശരി, ഞാൻ ഇവിടുന്ന് എഴുന്നേക്കില്ല, എനിക്ക് കർത്താവ് എന്നെ ഇടപെടും. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വാസമുള്ളവർക്കറിയാം, സുവിശേഷം പ്രസംഗിക്കുന്നതിനിടയിൽ കർത്താവ് വരുമെന്ന്. വിശ്വാസമുള്ളവരറിയാം, ദൈവവചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ ഈശോ വരുമെന്നറിയാം. അത്രമാത്രം അവർ ദൈവവചനത്തെ വിശ്വസിക്കുന്നു, സഭയെ വിശ്വസിക്കുന്നു, കൂദാസകളെ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നന്നായിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. അല്പം കൂടെ ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സംഭവിച്ചത് ഇങ്ങനെ പറഞ്ഞു, എനിക്കറിയില്ല. നമ്മൾ ക്ലാസ് ആൾക്കാർ ഇങ്ങനെ ക്ലാസ് പെട്ടെന്ന് ആത്മാവിലൊരു പ്രേരണ. അപ്പം എനിക്ക് ആത്മാവിന് പറഞ്ഞത് ശരിക്കും എൻ്റെ കൈ ചൂണ്ടിപ്പോയി. ഞാൻ ഒരു സ്ഥലത്തുണ്ട്, പക്ഷെ അവിടെ ആർക്കും ഒരു വലിയൊരു ഹീലിംഗ്, നട്ടൽ സംബന്ധമായ രോഗത്തിന് കർത്താവ് ഇങ്ങനെ അങ്ങനെ എനിക്കത് പറയാൻ അറിഞ്ഞുകൂടും. എനിക്കൊരു ശക്തമായ പ്രേരണയുണ്ട്. അത് സാധാരണ ഒരു പ്രേരണയല്ല, അത് നമുക്ക് പറയാതെ അടുത്ത വാക്കെടുക്കാൻ പറ്റില്ല. അടുത്ത സെൻറ്റൻസിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, പറയാതെ പെട്ടെന്ന് നമ്മൾ ഇതിങ്ങനെ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ സംഭവിച്ചത്, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മകളുടെ നട്ടിലൂടെ കരണ്ടടിക്കുന്ന പോലെ സംഭവം. ആ സഹോദരി ആ നിമിഷം തന്നെ ഈ ദേവാലയത്തിൽ വെച്ച് പരിപൂർണമായിട്ട് സൗഖ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ
അപ്പം അതിനുശേഷം ഒരു സാക്ഷ്യം എടുത്തിരുമ്പോൾ ഞാൻ കരഞ്ഞു. ഞങ്ങളെല്ലാവരും കരച്ചാൽ ഞാൻ ഈശോയ്ക്ക് നന്ദി പറയും. ഈശോയെ, അതാ കണ്ണ് വേറൊരു കണ്ണാണ്. കർത്താവ് വരുന്നുണ്ട്, ദൈവ സാന്നിധ്യം വരുന്നുണ്ട്. ഈ ഒരു വിശ്വാസം കിട്ടണേ. എന്തെല്ലാം ഉണ്ടെങ്കിലും ഈ ഒരു വിശ്വാസം അവനെ അനുഭവിക്കാൻ, ആത്മാവിൽ അനുഭവിക്കാൻ, ആത്മാവിൽ തൊടാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് നേട്ടമാണ് നമ്മൾ നേടിയത്? എന്ത് നേട്ടമാണ് നമുക്കുള്ളത്? എന്ത് ഉയർച്ചയുള്ളൂ? ഒരു കാര്യമില്ല മക്കളെ. എന്തേലും പണമുണ്ടെങ്കിൽ, പേരും പെരുമയുണ്ടെങ്കിലും ഈശോ മിശിഹായെ സ്വന്തമാക്കാൻ പറ്റിയില്ലെങ്കിൽ, ഐ ടെൽ യു ഫ്രാങ്ക്ലി, നിങ്ങൾ വട്ടപൂജയാണ്. വട്ടപൂജ. എന്തെല്ലാം നേട്ടങ്ങളും പേരും പെരുമയും പ്രശസ്തിയും, എന്തെല്ലാം പണവും വീടും കൊട്ടാരവും കാറും ജോലിയും ഒക്കെ ഉണ്ട്. പക്ഷേ ക്രിസ്ത്യാനി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈശോയോടെ വരുന്നത്, ഈശോ നിന്റെ അടുത്ത് വരുന്നത്, നിനക്ക് ചുറ്റുമുള്ളവരുടെ അടുക്കൽ വരുന്നത് തിരിച്ചറിയാൻ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ എന്തോ ഒരു കുറവ് നിനക്കുണ്ട്. ആ കുറവ് നീ കണ്ടുപിടിച്ച് അത് തിരുത്തുന്നില്ലെങ്കിൽ നീ ഒരു നഷ്ടമാണ്. നിൻ്റെ ജീവിതം തന്നെ ഒരു നഷ്ടമാണ്. പ്രസലോഷ്, നിൻ്റെ ജീവിതം തന്നെ ഒരു നഷ്ടമാണ്. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ചേ മക്കളെ, ഒന്ന് കൈയടിച്ച് നന്നായിട്ട് പോരാ നന്നായിട്ട് കടിച്ചേ, കരങ്ങൾ ഉയർത്തി കടിച്ചേ. ഹല്ലേലൂയ. രണ്ട് കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പറയും, ഇപ്പം ഈ കൂട്ടായ്മയിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ പ്രസലോഷ്, അതിന് ചുറ്റും കർത്താവിൻ്റെ ഇടപെടലുണ്ടായിരിക്കുവേ. പ്രസലോഷ്, വിശ്വസിക്കുന്ന ഒരാളൊരു കുടുംബത്തിലുണ്ടെങ്കിൽ അവിടെ ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെടുവേ. വിശ്വസിക്കുന്ന ഒരാള്, ഒരു പൗലോസ് ഉണ്ടെങ്കിൽ, ഒരു പത്രോസ് ഉണ്ടെങ്കിൽ അവിടെ കർത്താവ് വരുവേ. തടവറയിൽ പൗലോസ് സീലാസും കിടക്കുമ്പോൾ കർത്താവിന് സാന്നിധ്യം വെളിപ്പെടുന്നുണ്ട്. തടവരച്ചവര് മോചനപ്പെട്ട് പുറത്തു. കാരണം അവിടെ ദൈവത്തെ അറിഞ്ഞ് വിശ്വസിക്കുന്ന പൗലോസ് സീലാസും ഉണ്ടെന്ന് അവിടെ വരും. വിശ്വാസമുള്ളവനുള്ളിടത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടും. വെളിപ്പെട്ടേ പറ്റൂ, വെളിപ്പെടാതിരിക്കാൻ പറ്റില്ല. അതേ പ്രിയപ്പെട്ട മക്കളെ, ഇത് ഒരു കലാപരിപാടിയല്ല കേട്ടോ. കൃപാഭിഷേക ശുശ്രൂഷയെ ഒരു പ്രോഗ്രാം ആക്കിയേക്കരുത്. ഇതൊരു ദൈവം, നമ്മുടെ കർത്താവായ ഈശോ ഇവിടെ വിശ്വസിച്ചിരിക്കുന്നവരുടെ കാണാൻ വരുന്ന, തൊടാൻ വരുന്ന കൃപയുടെ നിമിഷമായിട്ട് കണ്ടുകൊണ്ട് നീ ദൈവത്തെ മഹത്വപ്പെടുത്തണമേ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രസലോഷ്, കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ പോകുന്ന നിമിഷം. രണ്ട് കരം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. രണ്ട് കരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വേ ആരാധന, വിശ്വേ ആരാധന, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ. നന്നായിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശ്വരൻ തളർച്ചയെല്ലാം വിട്ടുപോട്ടെ. ഹല്ലേലൂയ. കൈകളടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. അഭിഷേകം. 2 കൊരിന്ത്യർ 4:4 വചനമുണ്ട്. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ ബുദ്ധിയെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ, മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമില്ല. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ ബുദ്ധിയെ, മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ യേശുക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമില്ല. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് വരും നമ്മുടെ ബുദ്ധിയിലെ അന്ധകാരം. ആ കയറിപ്പിടിച്ചാൽ നമ്മൾ തീർന്നു പോകും. ഇവിടെ നിൽക്കുന്ന എത്ര മക്കൾക്ക് വലതുകരം ചങ്കി വെച്ചുകൊണ്ട് പറയാൻ വേണ്ട മക്കളെ, ശരിക്കും നമ്മൾ എത്ര പേർക്ക് ഈശോയോടൊരു വ്യക്തിപരമായൊരു സ്നേഹമുണ്ട്? ഹല്ലേലൂയ. ആത്മബന്ധമുണ്ട്. പൗലോസ് പറയുന്നല്ലോ 1 കൊരിന്ത്യർ 2:2, ഞാൻ നിങ്ങളോട് കൂടെയായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ല. സ്നേഹം, അതുപോലത്തെ ഒരു സ്നേഹം ഉണ്ടല്ലോ, ബന്ധം. പൗലോസ് പറയും, യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? അത് വേർപെടാനാവാത്തൊരു ക്രിസ്തുവുമായിട്ട്, സഭയുമായിട്ടും, ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരമായിട്ട്, പരിശുദ്ധ കുർബാനയുമായിട്ട്, സഭയുമായിട്ടൊരു ബന്ധമുള്ള എത്ര മക്കൾ ഈ നാട്ടിലുണ്ട്? ഇതെല്ലാവരും പള്ളി നിറച്ചുണ്ട്. പള്ളികളിൽ നിന്നും ആളുകൾ കുറവൊന്നുമില്ല. പെരുന്നാളുകളുടെ സമയം, ഈ സമയമൊക്കെ എല്ലാത്തിനും നമ്മളെല്ലാത്തിനും ഉണ്ട്. പക്ഷേ ഈശോയുടെ അടുക്കലിരിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ പറയും, സഭയും ഞാനും നിങ്ങളും എല്ലാവരും ഒരുപോലെ ചിന്തിക്കേണ്ടതാണ്. എല്ലാവരും സ്നേഹിക്കും. ഇതിൻ്റെ ലക്ഷ്യം തന്നെ ഈശോയെ മഹത്വപ്പെടുത്തുക, അതല്ലേ? സഭയെ സ്ഥാപിക്കുക. സഭയുടെ തന്നെ ലക്ഷ്യം തന്നെ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ.
ഉത്ഥിതനെ ഏറ്റുപറയുക എന്നുള്ളതാണ് സഭയുടെ ലക്ഷ്യം തന്നെ. ആ ഒരു ബന്ധം ഉണ്ടാകട്ടെ. ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച് മരിക്കുന്ന ഒരു ജനത ഉണ്ടാകട്ടെ, വിശുദ്ധരുണ്ടാകട്ടെ. അവർക്ക് കാണാം ഇതിനിടയിൽ കർത്താവ് വന്നു പോകുന്നത് കാണാൻ പറ്റേ. അവർക്കേ കാണാൻ പറ്റൂ, അല്ലാതെ ബുദ്ധിയിൽ അന്ധകാരമുള്ളവർക്കാർക്ക്. അതുകൊണ്ടല്ലേ 1 കൊരിന്ത്യർ 3:18-19 വചനം പൗലോസ്ലീഹയുടെ നല്ലൊരു വചനമാണ്. ആരെങ്കിലും ഈ ലോകത്തിൽ ജ്ഞാനിയെന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് അവൻ തന്നെ തന്നെ ഭോഷനാക്കട്ടെ. എന്നാൽ ഈ ലോകത്തിൻ്റെ വിജ്ഞാനം ദൈവത്തിന് ഭോഷത്വമാണ്. ബുദ്ധിമാന്മാരെ അവരവരുടെ ചിന്തകൾ തന്നെ കുടുക്കുന്നുവെന്നും ബുദ്ധിമാന്മാരുടെ ചിന്തകൾ വിവേകരഹിതമെന്ന് കർത്താവ് അറിയുന്നുവെന്നും എഴുതപ്പെട്ടിരിക്കുന്നു. 1 കൊരിന്ത്യർ 1:18 നമുക്കറിയാവുന്ന വചനം. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം, രക്ഷയുടെ വചനം, ഈശോ മിശിഹ, അത് വിഡ്ഢിത്തം. അല്ലെ, നാശത്തിലൂടെ ചരിക്കുന്നവർ കുരിശിൻ്റെ വചനം ഭോഷത്വം. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ ആ ദൈവത്തിൻ്റെ ശക്തി. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സത്യമേ ചേർന്നിടുന്നു. ജീവനേ സത്യമേ അങ്ങിൽ ഞാൻ ചേർന്നിടുന്നു. കൈകൾ ഉയർത്തി പാടാമോ? ആരാധന 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 അഭിഷേകം ആവതില്ല ആർക്കുമേ. സ്നേഹമേ സ്വന്തമേ അങ്ങിൽ മാറി ചാരുന്നു ഞാൻ. സ്നേഹമേ സ്വന്തമേ അങ്ങേ മാറി ചാരുന്നു. ആരാധന 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 ആശീർവദിക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ തിരുക്കുരിശിനടയാളത്തിൽ ആശീർവദിക്കുമ്പോൾ നമ്മുടെ പേര് ദേശപ്പെടുന്നതിന്റെ പേരും പാപരോഗ പൈശാചികളും അസ്വസ്ഥകളും ആത്മാവിനാൽ അകറ്റപ്പെടുന്നു. അധികാര ശക്തി വെളിപ്പെടുന്നു. സൈനിക അധികാര
ദുരിതർക്ക് മോചനം, മറ്റൊരു കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, മാനസാന്തരത്തിന്റെ കൃപകളുടെ ഈശോ കർത്താവാണെന്ന് ഏറ്റുപറയാനുള്ള കൃപ ലഭിക്കട്ടെ. ഈശോ മാത്രമാണ് കർത്താവ്, ഈശോ മാത്രമാണ് രക്ഷകൻ, ഈശോ മാത്രമാണ് ദൈവം. ഒറ്റ വിളി കരവിൽ ഈശോ വിശ്വസിക്കുന്നു.